ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 7 of Pentacles, King of Pentacles, the Moon, King of Wands, Page of Swords, Three of Swords, Ten of Pentacles, Seven of Swords, Four of Wands, King of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ്. തീർച്ചയായിട്ടും അവർ ബുദ്ധിപരമായി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ന്യൂ ഐഡിയാസ് ആണ് ഇവിടെ. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ ഐഡിയാസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരാം. ഇവിടെ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. 7 of Swords വന്നിട്ടുണ്ട്, 3 of Swords വന്നിട്ടുണ്ട്, ഇവിടെ 7 of Pentacles. ഇതെല്ലാം പറയുന്നത് എന്താണ്, നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവർ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, പുതിയ 3 of Cups കണ്ടില്ലേ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നതാണ്. അത് അവർ ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ്. പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്തായാലും കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത് തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 of Pentacles ആണ്. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ അത് തന്നെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. പല കാര്യങ്ങൾ, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അവർ ഇവിടെ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി. എടുത്തടിച്ച് ഒരു നിമിഷം കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നില്ല. കാരണം അത് കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് വേണം. കാരണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണമല്ലോ, അതിനായിട്ടാണ് അവർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എടുത്തടിച്ച പോലെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അവരൊന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്നുണ്ട്, പേടി അനുഭവിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് മൂണിന്റെ എനർജി വന്നിരിക്കുന്നു. മൂൺ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമോഷൻസ് കൂടുതലായിട്ട് അവർ ഇമോഷണലി അവർ ഒരുപാട് ഫെയിലായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത്രമാത്രം അവർ ഇപ്പോൾ എനർജി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചിലപ്പോൾ അവരുടെ മനസ്സിലെ ഒരു പേടി ഉണ്ട്. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വേറെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ പോകുമോ, അല്ല എങ്കിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്തിട്ട് അവർ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകുമോ എന്നും അവർ ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ പേടി അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, പേജ് ഓഫ് സോർട്സ്. ഇവിടെ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ മീഡിയാസും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയായാലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് അവർക്ക് ഒരുപാട് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ടല്ലല്ലോ അവരിവിടെ സ്പൈ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നു, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പ് വരുന്നുണ്ടോ, അല്ല എങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നുണ്ടോ, ഇൻസ്റ്റഗ്രാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ
ബന്ധുക്കളുടെ സാന്നിധ്യം അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 of Swordsന്റെ അവസ്ഥയിലാണ് അവരിപ്പോൾ. ഹാർട്ട് ബ്രേക്ക് ആണ്. അതുപോലെ ഒരുപാട് അവസ്ഥ അവരിലേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ അവരിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലായിട്ട് മറ്റെന്തോ ശക്തി ഉള്ളതായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്കിടയിൽ മറ്റ് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഏത് തരത്തിലുമാകാം. അത് ഒരു വ്യക്തി ആവണമെന്ന് തന്നെയുമില്ല, പല സാഹചര്യങ്ങളുമാകാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ തന്നെയുമാകാം. ഇത് അവരുടെ ബന്ധുക്കളാവാം ചിലപ്പോൾ. കാരണം നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ചില ബന്ധുക്കളുടെ ഇടപെടലും ഇതിനകത്ത് ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ മൂത്തിട്ടായിരിക്കാം. അസൂയ നിറഞ്ഞ ചില ദൃഷ്ടികൾ അവരിൽ നിന്നും ഉണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവർക്ക് അവരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ തമ്മിൽ അടുക്കാനോ നിങ്ങൾ തമ്മിൽ സ്വസ്ഥമായി ജീവിക്കാനോ സന്തോഷമായിട്ട് സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ചില ബന്ധുക്കൾ ഇതിനിടയിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യവും ഇതിനിടയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും സെപ്പറേഷനിലായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും അവർ ഇവിടെ വരും. കണ്ടില്ലേ, കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയാണ് ഇത്. വെറുതെ വരില്ല. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിന് ചിലപ്പോൾ തയ്യാറാവും. എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളിലേക്ക്, ഇവിടെ കണ്ടില്ലേ 4 of Wandsന്റെ എനർജി വന്നിരിക്കുന്നത്, നിങ്ങളിലേക്ക് ചിലപ്പോൾ എൻഗേജ്മെന്റ് ആകാം. അത് നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ലവേഴ്സ് ആവാം, ചിലപ്പോൾ കപ്പിൾസ് ആവാം. അപ്പൊ ഏതൊരു സാഹചര്യമാണോ അത് നിങ്ങൾക്കറിയാവുന്നത് പോലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനും അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. അത് തന്നെയാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറുതെ വന്ന് നിങ്ങളെ കാണാം എന്നല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇവിടെ ബുദ്ധിപരമായിട്ട് ചില ഐഡിയാസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത്. ചില ഐഡിയാസ് അവർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ വീണ്ടുമുള്ള ഒരു തുടക്കത്തിന് വേണ്ടി വീണ്ടും നിങ്ങൾ ഒന്ന് കൂടിച്ചേരുന്നതിന്റെ എനർജിയാണ് അത്. അപ്പോൾ ഇവിടെ വിവാഹമോ എൻഗേജ്മെന്റോ അങ്ങനെ അഥവാ അല്ല എങ്കിൽ അതിൽ പഴയതിനേക്കാളും കൂടുതലായിട്ട് ലൈഫ് ലോങ് ഉള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 7 of Swordsന്റെ എനർജി ഉണ്ട്. അവർ വിചാരിക്കുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി, നിങ്ങളിലേക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അടുത്തുകൂടി കള്ളം പറയുകയോ അല്ല എങ്കിൽ കള്ളത്തരത്തിലൂടെ കള്ളം കാണിച്ചിട്ട് നിങ്ങളെ പാട്ടിലാക്കുന്ന എനർജിയോ വന്നിട്ടുണ്ടോ എന്ന് അവർ ഇവിടെ സംശയിക്കുന്നുണ്ട്. അതും കാണുന്നുണ്ട്. 10 of Pentacles ആണ് പിന്നീട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹത്തിൽ പോകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ കുടുംബത്തിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ എല്ലാവർക്കും ഇത് ബാധകമല്ലല്ലോ. അപ്പോൾ കുടുംബപരമായി മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കപ്പിൾസിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. കുടുംബപരമായിട്ട് തന്നെ മുന്നോട്ട് കുട്ടികളുമൊത്ത് ചേർന്ന് നല്ലൊരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ചിലപ്പോൾ ഇവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതാണ് ഇവിടെ 10 of Pentacles ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിനെയെല്ലാം ഒന്ന് ചിലപ്പോൾ നിങ്ങൾ 2 കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കാം. ഏതായാലും നിങ്ങളുടെ സാഹചര്യങ്ങൾ വിഭിന്നമായിട്ടുള്ളതാണ്. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഒന്നും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനെ ബാധിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇതൊന്നും, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ഇത് ബാധകമല്ല. കാരണം അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒന്ന് കൂടിച്ചേരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുമായിട്ട് മുന്നോട്ട് ലൈഫ് സന്തോഷമായിട്ട് പോകണം എന്ന് മാത്രമാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി തന്നെ അവർക്ക് അതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവരിവിടെ, അതിനായിട്ട് അവർ ക്ഷമയോട് കാത്തിരിക്കുന്നു എന്നും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം ഒരാൾ കൾസൂടെ എടുത്തിട്ട് നോക്കാവേ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. കണ്ടില്ല, മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. കണ്ടില്ല, നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക.
മെമ്മറീസ് ഓഫ് ലവ് അവർക്ക് ധാരാളം കണ്ടില്ലേ. ഇവിടെ സ്പിരിച്വൽ യൂണിയൻ ആണ് കണ്ടില്ലേ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ ഒരുപാട് അടുപ്പമുണ്ട്. ഈ അടുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്പിരിച്വലി കണക്റ്റഡ് ആണ് നിങ്ങൾ തമ്മിൽ. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ധാരാളമായി വന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടത് സോൾമേറ്റ് ആവാൻ, ഇൻഫ്ലെയിം കണക്ഷൻ ആവാം, ഏതൊരു തരത്തിലുള്ള കണക്ഷൻ ആയാലും നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് വീണ്ടും കൂടി ചേർന്നേ മതിയാവൂ. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്, ദൈവം തീരുമാനിക്കുന്നതാണ്, യൂണിവേഴ്സിന്റെ തീരുമാനമാണ് ഇത് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചേ മതിയാകൂ. തീർച്ചയായിട്ടും അവരതിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ ഇവിടെ സാധ്യമാകുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കണ്ടില്ലേ മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത്. അവർ ഇവിടെ എല്ലായ്പ്പോഴും അവർ നിങ്ങളിൽ നിന്ന് അകന്നിരുന്നു എന്ന് കരുതിയിട്ട് അവർ പഴയ ഓർമ്മകളെ ഒന്നും മറന്നിട്ടില്ല. അവർക്ക് ആ പഴയ ഓർമ്മകളെ എപ്പോഴും ഇങ്ങനെ താലോലിച്ചുകൊണ്ട്, മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് അതിന്റെ ഓർമ്മകളിൽ കഴിയുന്ന ചില സമയം ഉണ്ട് അവർക്ക്. അവരുടെ ജീവിതത്തിൽ അതുണ്ട്. നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഈ ഒരു മെമ്മറീസ് ഉണ്ട്. അതിന്റെ മാറ്റം വരും. ഈ ഒരു സ്നേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് ഇവിടെ മാറ്റം വരും. ഈ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതുമയിലേക്കുള്ള മാറ്റമാണ്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾ തമ്മിൽ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൂടിച്ചേരുന്നത്. നിങ്ങൾ കൂടിച്ചേർന്നാൽ തന്നെ ദൈവത്തിലും നിങ്ങളിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ അവർക്ക് ഒന്നുകൂടി വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾക്ക് അവരോടുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കണം. യൂണിവേഴ്സിലുള്ള വിശ്വാസവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് കണ്ടില്ലേ. ഭൗതികപരമായ സന്തോഷങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ഭൗതികപരമായ സന്തോഷങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ കൂടിച്ചേരുമ്പോൾ വരുന്ന ഒന്നാണ്. നിങ്ങൾ കൂടിച്ചേരുമ്പോൾ, വീണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഈ ഭൗതികപരമായ സന്തോഷം വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർധനവിന് വേണ്ടി തന്നെ അവരിവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അവരിവിടെ കാത്തിരിക്കുന്നു, വരും, വരാതിരിക്കില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒന്നു ചേരും. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അവർക്ക് പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും കുറച്ചൊന്ന് ലേറ്റാവും. പല കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് കുറച്ചൊന്ന് ഐഡിയാസ് ഒക്കെ അവർക്ക് പുതിയതായിട്ട് വന്ന് അതിനെ നടപ്പിലാക്കാനുള്ള ശ്രമമുണ്ട്. അതിനായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും. അത്ര മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അവർ വരും, വരാതിരിക്കില്ല. നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.